സ്റ്റാറ്റിലെ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ, അവിടെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിന്റെ എക്സസൈസിനകത്ത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് എക്സാംസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ്. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പറയാം അല്ലെ, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എന്തായാലും എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കാം. The coefficient of correlation between x and y series is, that is, correlation coefficient between x and y equal to -0.38 എന്ന് നമുക്ക് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. The linear relation between u and v, ഓക്കെ, യുവും വിയും തമ്മിലുള്ള ഒരു ലീനിയർ റിലേഷൻ, സംതിങ് ഇക്വേഷൻ നമുക്ക് അവർ തന്നിട്ടുണ്ട്. അതവിടെ നിന്നോട്ടെ. What is the coefficient of correlation between u and v? ഓക്കെ, u and v, അതായത് correlation coefficient between u and v എന്ത് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ. ഓക്കെ, കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ. ആ നിലക്ക് നോക്കുമ്പോൾ എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താ? -0.38. അപ്പൊ യുവും വിയും തമ്മിലോ -0.38. കാരണം സ്കെയിൽ മാറിക്കഴിഞ്ഞാലും ഒറിജിൻ മാറിക്കഴിഞ്ഞാലും കോറിലേഷൻ മാറില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് -0.38. അപ്പൊ യുവും വിയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒന്നുകിൽ -0.38 അല്ലെങ്കിൽ +0.38. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ആൻസറും വരില്ല, ഈ ആൻസറും വരില്ല. രണ്ട് ഓപ്ഷൻസ് നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി ഓപ്ഷനകത്ത് ഒന്നെങ്കിൽ +0.38 മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ ചൂസ് ചെയ്തോ. അതില്ല, നേരെ മറിച്ച് -0.38 മാത്രമേ ഓപ്ഷനകത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ ചൂസ് ചെയ്തോ അല്ലെ. പക്ഷെ ഇവിടെ രണ്ടും വന്നതുകൊണ്ട് നമുക്കത് ഡിസൈഡ് ചെയ്തേ പറ്റുള്ളൂ, കാരണം രണ്ടും വന്നില്ലേ. അപ്പൊ ഇവിടെ -0.38 ആണോ +0.38 ആണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. അതെങ്ങനെയെന്നുള്ള കേസാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണേ. എന്നോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ യു ആൻഡ് ബി ആണ്. അപ്പൊ ആദ്യം ഈ ഇക്വേഷൻ ഞാൻ ഒന്ന് താഴോട്ട് എടുത്ത് എഴുതുവാണ്. 3x + 5u = 3. ആദ്യം ചെയ്യേണ്ട പണി, ഒരുപാട് ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഷോർട്ട് കട്ട്സ് എടുക്കുന്നതിന് ചിലപ്പോൾ നിങ്ങൾക്ക് അത് മാറിപ്പോകും, കാരണം LHS മാർക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തരുന്ന സമയത്ത് പ്ലസും മൈനസ് ഒക്കെ എടുക്കുമ്പോൾ തെറ്റിപ്പോകും. സോ ഈ ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി ഇതിനകത്തുള്ള യുവിനെ ഒറ്റക്കാക്കണം. ഇതിനകത്തുള്ള യു എന്ന് പറയുന്നത്, കാരണം യുവും വിയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് അല്ലേ കാണാൻ പറഞ്ഞത്. അപ്പൊ യുവിനെ നമ്മൾ ഒറ്റക്കാക്കുക. ഓക്കെ, സോ യുവിനെ ഞാൻ ഒറ്റക്കാക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് ഓൾറെഡി RHSൽ ആരുണ്ട്? 3 ഉണ്ട്. അവിടെ നിന്നോട്ടെ. ഈ +3x അങ്ങോട്ട് പോകുമ്പോൾ -3x ആയിട്ട് മാറും. പിന്നെ യുവിന്റെ കൂടെ ഒരു *5 ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നുകിൽ all/5 എന്നിട്ട് കൊടുക്കുക. ഞാൻ തൽക്കാലം സെപ്പറേറ്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ചെയ്യുന്നത് ഈ x എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ, അതിന്റെ കോഎഫിഷ്യന്റ് ആരാ? -3/5. അപ്പൊ ഞാൻ എന്തെടുക്കുന്നത്? സൈന് മാത്രം എടുക്കുന്നത്. എനിക്ക് കിട്ടിയത് നെഗറ്റീവ്. ഓക്കെ, കാരണം വാല്യൂ എടുക്കണ്ട, ചേഞ്ച് ഓഫ് സ്കെയിൽ ആണ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ഒറിജിൻ ആണ് അപ്പുറത്ത് എടുക്കുന്നത്. ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സൈന് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ പകുതി പണി കഴിഞ്ഞു. 2 സ്റ്റെപ്പ് അല്ലെ, പകുതി പണി കഴിഞ്ഞു. ഇനിയോ തൊട്ടപ്പുറത്ത് ഇതേപോലെ നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ തന്നിട്ടുണ്ട്. -8y - 7v = 44. അപ്പൊ അപ്പുറത്ത് നമ്മൾ എന്ത് ഈക്വൽ ടു എഴുതിയത്? u ഈക്വൽ ടു. അപ്പൊ ഇവിടെ എന്ത് ഈക്വൽ ടു എഴുതണം? v ഈക്വൽ ടു എഴുതണം. ഓക്കെ, അപ്പൊ വീനെ ഞാൻ ഒറ്റക്കാക്കുകയാണ്. വീനെ ഒറ്റക്കാക്കുമ്പോൾ ഓൾറെഡി RHSൽ ആരുണ്ട്? 44 ഉണ്ട് അല്ലെ. ഇവിടെയുള്ള -8y അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +8y ആയിട്ട് മാറും. ഇനിയൊരു *-7 ഉണ്ട്. *-7 അങ്ങോട്ട് ചെല്ലുമ്പോൾ /-7 ആയിട്ട് മാറും അല്ലെ. ഓക്കെ, /-7. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അതിന്റെ സൈന് നോക്കി മുഴുവനായിട്ട് എടുക്കേണ്ട, വൈയുടെ കോഎഫിഷ്യന്റിന്റെ സൈന് മാത്രം എടുത്താൽ മതി. ഓക്കെ, സൈൻ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ കിട്ടുന്നത്? 8 / -7. അപ്പൊ അതൊരു നെഗറ്റീവ് ആൻസർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഭാഗത്തും സെയിം സൈൻ, രണ്ട് ഭാഗത്തും സെയിം സൈൻ. സെയിം സൈൻ ആണെങ്കിൽ ശ്രദ്ധിച്ചോ, കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നതും കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ യു ആൻഡ് ബി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. സെയിം സൈൻ ആണെങ്കിൽ കേട്ടോ, സെയിം സൈൻ ആണെങ്കിൽ. ഓക്കെ, ശരിക്കും മനസ്സിലാക്കിക്കോണേ. സെയിം സൈൻ ആണ് വരുന്നതെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നതും കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ യു ആൻഡ് ബി എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് സെയിം സൈൻ അല്ല കിട്ടിയത്. അപ്പൊ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് തന്നത്? കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ -0.38 ഈക്വൽ ടു കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ യു ആൻഡ് ബി. ഇതല്ലേ എന്നോട് കാണാൻ പറഞ്ഞേ? കിട്ടിയില്ലേ അല്ലേ? ഇതല്ലേ എന്നോട് കാണാൻ പറഞ്ഞേ? കിട്ടിയല്ലോ. സോ ദ ആൻസർ ഈസ് -0.38. ഓക്കെ ആണോ? സോ ദ ആൻസർ ഈസ് -0.38. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ
ഒന്ന് ചെയ്തപ്പോൾ നമുക്കൊരു നെഗറ്റീവ് ആൻസറും മറ്റൊന്ന് ചെയ്തപ്പോൾ ഒരു പോസിറ്റീവ് ആൻസറാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്ന -0.38 ഇല്ലേ ക്വസ്റ്റിനകത്ത്, അത് ഓപ്പോസിറ്റ് സൈൻ എടുത്താൽ മതി. രണ്ടും സെയിം സൈൻ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്ന സെയിം ആൻസർ. നേരെ മറിച്ച് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നതിന്റെ സൈന് മാറ്റി കൊടുത്താൽ മതി. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, സോ ബൈ.